ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുട്ടയോ ചിക്കനോ ഒന്നുമില്ല. പക്ഷേ ചിക്കൻ ബിരിയാണിയുടെയൊക്കെ അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കാഷ്യൂ നട്ട്സും കിസ്മിസും അതുപോലെ സബോളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ആ പാനിലോട്ട് തന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. 4 ചെറിയ സബോളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. എരിവ് തീരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി വേകാനുള്ള വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഗ്രാമ്പും 3 ഏലക്ക, ഒരു വലിയ പീസ് പട്ടയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നത്. വെള്ളം തിളച്ച് വന്നു, അതിനകത്തോട്ട് അരി ഇട്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയിലും 1 ടേബിൾ സ്പൂൺ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. ഞാൻ പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ആദ്യം നെയ്യ് ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് വയ്ക്കാം. അരി ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ദം ചെയ്യണം. അതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ മുകളിലോട്ട് ഒരു ലെയർ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, അതുപോലെ സബോള ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഈ റൈസിൻ്റെ മുകളിലൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ കൂടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു പാത്രം കൂടി വെച്ച് അടയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് ഒരു പഴയ ദോശക്കവ് വെക്കാം. അതിൻ്റെ മുകളിലോട്ട് ഇതെടുത്ത് വെച്ചിട്ട് 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് എല്ലാം നല്ല വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും അടിപൊളിയാണ്. അണക്കുട്ടിയും കഴിച്ച്